അമ്മാവനും അപ്പച്ചിയും നകലിനും എല്ലാരും ഉണ്ട്. അമ്മാവൻ ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് പേടിയാവും. ഗിരിയേട്ടൻ പേടിക്കാതിരിക്കെ, ഞാൻ നോക്കിക്കോളാം. വണ്ടി എടുക്ക്. എവിടെയായിരുന്നീ നീ ഇത്ര നേരം? നകുല വേണ്ട. നീ ഇവളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ അറുവിനെ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാ, പക്ഷെ ഭയങ്കര മഴ പെട്ടെന്ന് കുടുങ്ങിപ്പോയി. അല്ലേ പറു, മഴയത്ത് ബൈക്കിന്റെ ടയറും പഞ്ചറായിപ്പോയി. അതൊക്കെ മാറ്റി വന്നപ്പോ നേരം വൈകിപ്പോയി. അമ്മ ക്ഷമിക്കണം. സാരമില്ലടാ മോനെ, നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നു? അതിന് നീ എന്ത് തെറ്റാ ചെയ്തേ? ഈ പാറുന്റെ കൂടെ കൂട്ടുപോയി, അത് നല്ല കാര്യമല്ലേ? പിന്നെ മഴയത്ത് ചിലപ്പോ യാത്രയൊക്കെ തടസ്സപ്പെട്ടൊന്നും വരാം, അത് സ്വാഭാവികം. ബൈക്കിന്റെ ടയർ പഞ്ചറായ പിന്നെ അത് മാറ്റാൻ സമയമെടുക്കില്ലേ? അതൊന്നും നീ മനഃപൂർവ്വം ചെയ്ത തെറ്റല്ലല്ലോ. പിന്നെന്തിനാ മോനെ മാപ്പ്? പക്ഷെ ഇവള് ചെയ്തത് ശരിയാണോ അച്ഛാ? വിവാഹം ഉറപ്പിച്ച പെണ്ണാവള് കണ്ട ആണുങ്ങളുടെ ഒപ്പം കറങ്ങി നടന്ന നാട്ടുകാർ എന്തു പറയും? അയ്യോ, എന്റെ നെഞ്ചത്ത് പിച്ച വെച്ച് വളർന്ന നീ എന്റെ നെഞ്ചത്ത് തന്നെ ചവിട്ടുന്നു. എന്റെ അനുവാദമില്ലാതെ ഈ വീടിന്റെ ഉമ്മറപ്പടി കടക്കാൻ പേടിച്ചിരുന്നവളായിരുന്നു നീ. ആ നീയാണ് എന്നോടൊന്ന് ചോദിക്കാൻ പോലും നിൽക്കാതെ ആതിരവരെ എവിടെയോ തെണ്ടിട്ട് ഇപ്പൊ ഇവിടെ വന്ന് കേറിയിരിക്കുന്നത്. കുറച്ചു നാളായി നിന്റെ സ്വഭാവത്തിന് ഞാൻ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അത് ക്ഷമിച്ചു. തന്നെ ഇഷ്ടം അവസാനിപ്പിക്കണമെന്ന് താക്കീത് ചെയ്തു. പക്ഷെ നീ അത് കേട്ടില്ല. ഇനി ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇന്നു മുതൽ ഈ വീടിന്റെ 4 ചുമലുകൾക്കകത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളം നീ. ഇനി നീ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങില്ല. കല്യാണ മണ്ഡപത്തിലേക്കല്ലാതെ ഇനി വീട്ടിൽ നിന്ന് നീ എവിടേക്കും പോയില്ല. പോടി. എന്താടാ നീയൊക്കെ ഒന്നും മിണ്ടാത്തത്? നിന്റെയൊക്കെ നാവിറങ്ങി പോയോ? അത് മുതലാളി, പണി പാളിപ്പോയി. എന്ന് വെച്ചാ നടന്നില്ല, അവനെ കൊല്ലാൻ പറ്റിയില്ല. നീയൊക്കെ പിന്നെ എന്തിനാണ് ഗുണ്ടാളെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇത്രയും പേരുണ്ടായിട്ട് അവരെ തീർക്കാൻ പറ്റിയില്ല. നിന്റെയൊക്കെ പിന്നെ എന്തിന് കൊള്ളാവടാ?
അവൻ അപാര ആംബിയറാ മുതലാളി. ഹിറ്റായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാവുമെന്ന് കരുതി, പക്ഷേ അതൊന്നും അവന് പ്രശ്നമായിരുന്നില്ല. അവന്റെ ഓരോ ഇടിക്കും ഓരോ കിൻഡിൽ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇനി കുറച്ചു ദിവസം എണ്ണത്തോണി കിടന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഈ തടി കൊണ്ട് ഒരു ഗുണവുമില്ല. നിനക്കൊക്കെ നാണമില്ലടാ എന്റെ മുമ്പിൽ വന്ന് ഇതൊക്കെ പറയാൻ. പൊക്കോണം, എന്റെ മുമ്പിൽ നിന്ന് എല്ലാവന്മാരും ഇപ്പൊ പൊക്കോണം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കൊല്ലുന്നത് ഞാനായിരിക്കും. പോടാ, എടാ പോടാ.